ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റയെ പറ്റിയിട്ടാണ്. റെസ് ജസ്റ്റയെ പറ്റി പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 6 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872ൻ്റെ അണ്ടറിലാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റെ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഡോക്ട്രിനാണ്. റെസ് ജസ്റ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ തിങ്സ് ഡൺ. ഈ റെസ് എന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്നത് തിങ്സ്, അതുപോലെ തന്നെ ജസ്റ്റെ എന്നുള്ള വാക്ക് ഡിനോട്ട് ചെയ്യുന്നത് ഡൺ എന്നുള്ളതാണ്. സോ കമ്പൈൻഡ് ആയിട്ട് പറയുമ്പോൾ തിങ്സ് ഡൺ. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ കോണ്ടെക്സ്റ്റിൽ വരുന്ന സമയത്ത് ഈ റെസ് ജസ്റ്റെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിങ്സ് ഡൺ ഇൻ ദ സെയിം കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരേ പ്രവൃത്തിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് ഈ റെസ് ജസ്റ്റെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെയിം പ്രവൃത്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, അതായത് ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സെയിം ലൈനിൽ നമ്മൾ പ്രവർത്തിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ റെസ് ജസ്റ്റെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Section 6 deals with relevancy of facts forming part of same transaction. It is based on the doctrine res gestae. So, Indian Evidence Act ന്റെ Section 6 deal ചെയ്യുന്നത് relevancy of facts forming part of same transaction എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ്. So, ഈ കാര്യം, അതായത് Section 6 ബേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഡോക്ട്രിനിന്റെ മുകളിലാണ്. അതായത് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സെക്ഷൻ 6 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടും പ്രവർത്തിക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 6 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. Facts which though not in issue are so connected with fact in issue as to form the part of same transaction are relevant, whether they occurred at the same time and place or at different time and places. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫാക്ട് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ പോലും അത് സെയിം ട്രാൻസാക്ഷന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു റെലവൻറ്റ് ഫാക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതിപ്പോൾ സെയിം ടൈം, സെയിം പ്ലേസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസ്, ഡിഫറെൻറ്റ് ടൈം, ഇതൊന്നും ആണെങ്കിലും പ്രശ്നമല്ല. ഇതെന്തും ആവാം. സെയിം ട്രാൻസാക്ഷന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ ആ ഫാക്റ്റിനെ റെലവൻറ്റ് ഫാക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് സെക്ഷൻ 6ന്റെ അണ്ടറിൽ പറയുന്നത്. അതായത് സെയിം ടൈം, സെയിം പ്ലേസ്, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസ്, ഇതെന്തോ ആയിക്കോട്ടെ, ഒരു ഫാക്ട് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ പോലും അത് സെയിം ട്രാൻസാക്ഷന്റെ ഭാഗമാണെങ്കിൽ ആ ഫാക്റ്റിനെ റെലവൻറ്റ് ഫാക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് സെക്ഷൻ 6ന്റെ അണ്ടറിൽ പറയുന്നത്. ഇനി നമുക്ക് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റെന്റെ അണ്ടറിലുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. A is accused of murder of B by beating him to death. B എന്ന വ്യക്തിയെ അടിച്ചു കൊന്നതിന്റെ ഭാഗമായിട്ട് A accused ആണ്. അതായത് A കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. The fact in issue here is whether A has committed murder of B by beating him. So ഇവിടെയുള്ള ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ A B എന്ന വ്യക്തിയെ അടിച്ച് കൊലപ്പെടുത്തിയിട്ട് ഉണ്ടോ എന്നുള്ളതാണ്. At the time of beating B has cried don't kill me. ബിയെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ഉറക്കെ കരഞ്ഞു, അതായത് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്. At that time A said I will kill you. ആ സമയത്ത് A പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇല്ല, ഞാൻ നിങ്ങളെ കൊല്ലും എന്നുള്ളതാണ്. By hearing this C, a bystander said don't kill him. ഈ രണ്ട് സംഭാഷണങ്ങളും കേട്ടിട്ട് അവിടെ വെറുതെ നിന്നിരുന്ന സി എന്ന വ്യക്തി പറഞ്ഞത് ഡോണ്ട് കിൽ ഹിം എന്നാണ്. അതായത് നിങ്ങൾ ആ ബി എന്ന വ്യക്തിയെ കൊല്ലരുത് എന്നുള്ളതാണ്. All these statements made by A, B, C are relevant facts and admissible in evidence. So ഈ A and B and C പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും റെലവൻറ്റ് ഫാക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എവിഡൻസ് ആയിട്ട് അഡ്മിസിബിളും ആണ്. A person who heard this statement can give evidence in the court even though these statements are not fact in issue. So ഈ A, B, C പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ള വേറൊരു വ്യക്തിക്ക് ഈ കാര്യത്തിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് കോടതിക്ക് മുൻപാകെ കൊടുക്കാവുന്നതാണ്, ഈവൻ ദോ അതൊന്നും ഫാക്ട് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ പോലും.
അതായത് ഫാക്ട് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ പോലും ഈ എ ബി സിയുടെ സംഭാഷണം കേട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. These statements form part of the same transaction. ഈ ഫോർത്ത് പേഴ്സൺ കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെയിം ട്രാൻസാക്ഷന്റെ ഭാഗമാണ്. These statements are so connected with fact in issue as to form part of the same transaction. ഈ ഫോർത്ത് പേഴ്സൺ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സെയിം ട്രാൻസാക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ സെയിം ട്രാൻസാക്ഷന്റെ ഭാഗവും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർത്ത് പേഴ്സൺ കൊടുത്തിട്ടുള്ള ഫാക്ട്സ് റെലവൻറ്റ് ഫാക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇതാണ് ഈ ഇല്ലുസ്ട്രേഷൻ്റെ അണ്ടറിൽ പറയുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റയെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.